എന്തുകൊണ്ട് ഒരു കൗൺസിലർ നിങ്ങളുടെ ലൈഫിൽ വേണം? ഇതൊരിക്കലും ഒരു പ്രൊമോഷൻ പോലെ പറയുന്നതല്ല. ഒരു സൈക്കോളജിസ്റ്റ് തന്നെ ഈ ഒരു കണ്ടന്റ് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എല്ലാവരും വിചാരിക്കും അവരുടെ മാർക്കറ്റിങ്ങിന് വേണ്ടി പറയാം. ഒരിക്കലുമല്ല. ഇത് പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ലൈഫിൽ നമുക്ക് എന്തും തുറന്ന് പറയാൻ പറ്റുന്ന ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നല്ലൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് അവർ ലിസൺ ചെയ്യുമ്പോൾ നമുക്കൊരു സമാധാനം കിട്ടും. പക്ഷേ ചിലപ്പോൾ എക്സ്പേർട്ടായിട്ടുള്ള ഒരു സജഷൻസ് തരാൻ അവരെ കൊണ്ട് പറ്റിയെന്ന് വരില്ല. ഓക്കേടാ, ഇങ്ങനെ തീരുമാനം എടുത്തോ എന്ന് പറയാൻ അവരെ കൊണ്ട് പറ്റിയെന്ന് വരില്ല. അതൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ പേരൻസ്, നമ്മളെ ഉപ്പ ഉമ്മ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മൾ ഒരു റിസ്ക് എടുത്തു കഴിഞ്ഞാൽ വരുന്ന ആപത്തിനെ കുറിച്ചിട്ട് അവർ ചിന്തിക്കുള്ളൂ. കാരണം അവരുടെ മക്കളാണല്ലോ. അപ്പോൾ അവർക്കൊരു റിസ്ക് ഉണ്ടാവരുത്, സേഫായിട്ടിരിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് ഉറപ്പായിട്ടും സേഫായിട്ട് പോകാനുള്ള വേ തന്നെയാണ് അവർ കൂടുതൽ സജസ്റ്റ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ വല്ല റിസ്ക് ഉള്ള കാര്യമാണെങ്കിൽ അത് ചെയ്യണ്ട എന്ന് തന്നെ പറയുള്ളൂ. നേരെ മറിച്ച് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരു എക്സ്പേർട്ടായിട്ടുള്ള സജഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ പറയുന്നത് വ്യക്തമായി കേട്ട് നിങ്ങൾക്കൊരു സജഷൻസ് തരണമെന്നാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു സൈക്കോളജിസ്റ്റ് നിങ്ങളുടെ ലൈഫിലുള്ളത് എപ്പോഴും ബെസ്റ്റാണ്. അത് പറയാനുള്ളൊരു കാരണം, നിങ്ങൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഓക്കെ, വ്യക്തിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ധാരണയുണ്ട്. അപ്പോൾ ആളുടെ കൂടെ ആയിരിക്കും ചിലപ്പോൾ ഇനി ജീവിതം മുന്നോട്ട് പോകാനുള്ളത്. അപ്പോൾ ആളുടെ ബിഹേവിയറിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ വരികയാണ്. ഇപ്പോൾ എക്സാമ്പിൾ, കല്യാണം ഉറപ്പിച്ചിട്ട സമയത്ത് ആൾ പെരുമാറിയ രീതി, സംസാരിക്കുന്ന രീതി, ആളുടെ ബിഹേവിയർ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുടെ ഉള്ളിൽ എന്തൊക്കെയോ ഒരു കൺഫ്യൂഷൻസ് ഉണ്ടെന്ന് വിചാരിക്കാം. നിങ്ങളിതൊരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്താണ് തുറന്ന് പറയുന്നതെങ്കിൽ ആൾക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ആ പറയുന്ന വ്യക്തിയുടെ ഒരു ബിഹേവിയർ ഉണ്ട്, ചിലപ്പോൾ നാർസിസ്റ്റിക് ബിഹേവിയർ ഒക്കെ ആയിരിക്കാം. നാർസിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടോക്സിക്, ഹൈ ലെവൽ ഓഫ് ടോക്സിക് ആണ്. അത് വേറെ ആൾക്കാരുടെ മുന്നിലെല്ലാം ഒരു മിസ്റ്റർ പെർഫെക്റ്റ് കവർ ഇട്ടുകൊണ്ട് നടക്കുമായിരിക്കും. പക്ഷെ അവരുടെ സ്വന്തം എന്നുള്ള ആൾക്കാരുടെ മുന്നിലായിരിക്കും തനിനിറം കാണിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറൊക്കെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് അതിൽ മാത്രമല്ല കേട്ടോ, മൊത്തത്തിലുള്ള കാര്യമാണ് പറയുന്നത്. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പെയ്ഡായിട്ടുള്ള നിങ്ങൾക്ക് എന്തും വിശ്വസിച്ച് പറയാൻ പറ്റുന്നൊരു വ്യക്തി എന്നൊക്കെ പറയാം. ഒരിക്കലും ഒരു ഫ്രണ്ട് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരിക്കലും ഒരു സൈക്കോളജിസ്റ്റിനെ നിങ്ങൾ ഫ്രണ്ടായിട്ട് കാണാൻ പാടില്ല എന്ന് ഞാൻ പറയുള്ളൂ. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അവർ പറയുന്ന സജഷൻസ് ഒന്നും നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കാതിരിക്കും. നിങ്ങൾക്ക് ആ ആളോടുള്ള ഒരു വാല്യൂ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഒരിക്കലും അവർ ഫ്രണ്ടാക്കാൻ നോക്കരുത്. അവർ മെൻറ്ററായി തന്നെ കണ്ടുകൊണ്ട് ആ റെസ്പെക്റ്റും വാല്യൂ കൊടുത്തുകൊണ്ട് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരുപാട് ഗുണം ചെയ്യും. ഇനി ഇവർ എന്താണ് ചെയ്യുന്നത് എന്നുകൂടി ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അപ്പം നമുക്ക് ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു നോർമൽ ഡോക്ടറെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവർ ചോദിക്കും എന്താ അസുഖം. അപ്പോൾ നമ്മൾ പറയും സിംറ്റംസ് പറയില്ല, വയറിൽ ഭയങ്കര വേദന, അല്ലെങ്കിൽ തല ഭയങ്കര വേദന ഉണ്ട്, ഭയങ്കര ചുമയാണ്, ടെമ്പറേച്ചർ കൂടുതലാണ്, ഇങ്ങനെ പലതും പറയില്ല നമ്മൾ. അപ്പോൾ അത് ഡയഗ്നോസ് ചെയ്തിട്ടാണല്ലോ അവർ കണ്ടുപിടിക്കണത്. ഓക്കെ, ഇന്നൊരു പ്രശ്നമായിരിക്കാം. പക്ഷെ ചിലപ്പോൾ എന്താ പറയുക, ഡയറക്റ്റ് ചിലപ്പോൾ പനി എന്ന് പറഞ്ഞിട്ടൊരു മരുന്ന് എഴുതാം. എന്നാൽ ഇവിടെ സൈക്കോളജിസ്റ്റിന് ഒരിക്കലും എന്താ പ്രശ്നം എന്ന് ചോദിക്കാൻ പാടില്ല എന്നുള്ളതാണ് സത്യം. കാരണം ആ പ്രശ്നം എന്താണെന്ന് അറിയെങ്കിൽ ഒരിക്കലും ഒരു സൈക്കോളജിസ്റ്റിന്റെ മുന്നിലോട്ട് ഒരു ക്ലയൻറ്റ് വരില്ല. ആ ഒരു വ്യക്തിക്ക് ഡെയിലി ചെയ്തിരുന്ന കുറേ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് എത്തിയിട്ടുണ്ടായിരിക്കാം. ആൾക്ക് അറിയണ്ടാവില്ല എന്തുകൊണ്ടാണ് അങ്ങനെ നടക്കുന്നത്, എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തകൾ വരുന്നത്, എങ്ങനെയാണ് ചെയ്തിരുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തത്, എന്തുകൊണ്ടാണ് മനസ്സ് വിചാരിച്ച പോലെ നിയന്ത്രിക്കാൻ പറ്റാത്ത, ഇങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് ആയിരിക്കാം. ഇത് നമ്മൾ മനസ്സിലാക്കി അവരുടെ, ഇപ്പോൾ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ഇയർഫോണൊക്കെ കണ്ടിട്ടില്ല, ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കുക, ഇങ്ങനെ ഊരാൻ കുറച്ച് ടൈം എടുക്കില്ല. അതുപോലെ ഇവരെ മനസ്സിലും ഒരുപാട് ചിന്തകൾ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. അത് മെല്ലെ 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 അഴിച്ച് അത് ഫ്രീ ആക്കി കൊടുക്കുന്ന ജോലിയാണ് ആക്ച്വലി പറഞ്ഞത് സൈക്കോളജിസ്റ്റിൻ്റെ. ഒരിക്കലും ഒരു ഉപദേശകരല്ല, സജഷൻസ് കൊടുക്കാന്നേ ഉള്ളൂ. ഒരു പക്ഷേ നിങ്ങൾക്ക് നല്ലൊരു സൈക്കോളജിസ്റ്റിനെ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ വിചാരിച്ചിൽ നിന്ന് അടുത്ത ഒരു റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഓൾ ദി ബെസ്റ്റ്.